ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. ഈ ഫിലോസഫി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് റോഡുകൾ. വണ്ടികൾ ഓടിച്ച് നമുക്ക് തന്നെ അപകടം സംഭവിക്കുകയോ വേറൊരാൾക്ക് നമ്മളാൽ അപകടം സംഭവിക്കുന്നത് അവോയ്ഡ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ്. ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കിനും വളരെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രധാനമായ ഒരു സേഫ്റ്റി മെഷറാണ് ഹെൽമെറ്റ് ധരിക്കുക. ഞാൻ ഈ അവയർനെസ് വീഡിയോ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈയിടയ്ക്ക് ഒരു പേഷ്യന്റ് വന്നായിരുന്നു. ആൾക്ക് റോഡ് ട്രാഫിക് ആക്സിഡന്റ് സംഭവിച്ചതാണ്. വയസ്സ് 20 വയസ്സും കണ്ടേ ഉള്ളൂ. ഞാൻ പുള്ളിയുടെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും ഹെൽമെറ്റ് ധരിച്ചിരുന്നോ എന്ന രീതിയിൽ. പുള്ളിയെടുത്ത് ചോദിച്ചു. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ സലൂണിൽ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹെയർ കട്ട് കഴിഞ്ഞിട്ട്. എന്റെ ഹെയർ സ്റ്റൈലിന് കോട്ടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ആള് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല. കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പോലീസ് വരികയാണെങ്കിൽ എടുത്ത് വെക്കാം എന്ന രീതിയിൽ. പക്ഷെ അതിനുള്ളിൽ ആൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ഇതിന് ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ ആൾക്ക് ഏതായാലും സർജറി വേണ്ടി വന്നു, സർജറി ചെയ്തു, ആളിപ്പോ ബെറ്റർ ആണ്. പക്ഷെ ഇതുപോലത്തെ സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പ്രോപ്പർ സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും എടുക്കുക. ഹെൽമെറ്റ് ധരിക്കുക. ഹെൽമെറ്റ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ധരിക്കാൻ നോക്കുക. സോ ദാറ്റ് ഫേഷ്യൽ ബോൺ ഫ്രാക്ചേഴ്സ് ഒന്നും എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അത് ഉപകാരപ്പെടും. ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ്, മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്സിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് നമുക്ക് സർജറിയോ എന്തെങ്കിലും വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്ത കാശ് മൊത്തം ഒറ്റ രാത്രി കൊണ്ട് തീർന്നു കിട്ടാൻ അത് മതി. അതുകൊണ്ട് എപ്പോഴും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്.